ഡോക്ടർ എം എൻ കാരശ്ശേരി, ലീഗിലെ വ്യത്യസ്ത പ്രതികരണങ്ങൾ താങ്കൾ കണ്ടല്ലോ. കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്, അതിപ്പോൾ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ വളമിട്ട് കൊടുക്കരുത്, അതിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ലീഗിന്റെ വ്യത്യസ്ത പ്രതികരണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? സ്മൃതി, ഈ പ്രശ്നം കഴിയുന്ന വേഗം പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമുദായികമായ ചേരിതിരിവ്, ധ്രുവീകരണം ഉണ്ടാവും. CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഭരണകൂടം അത് പരിഹരിക്കാത്തത് UDF അത് പിളർപ്പുണ്ടാക്കും എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയാണ്. അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. എൻ്റെ കണക്കിന് യാതൊരു ആലോചന ഇല്ലാതെയാണ് ലീഗിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുന്നത്. കാരണം 1902 ആരംഭിക്കുന്ന ഒരു സങ്കീർണ പ്രശ്നമാണ് മുനമ്പത്തേത്. അവിടെ 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ ചതുപ്പും സേട്ടിന് തിരുവിതാംകൂർ ഗവൺമെൻറ് പാട്ടത്തിന് കൊടുക്കുകയാണ്. ആ ഭൂമിയാണ് 1948 അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഭൂമിയാണ് പിന്നെ 1950 നവംബർ 1 ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നത്. അപ്പോൾ ഫാറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാണ്, അത് വഖഫ് ഭൂമിയാണെങ്കിൽ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന കാലത്ത് തൻ്റെ അനന്തരാവകാശികളിലേക്ക് ഈ ഭൂസ്വത്ത് മടക്കണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വഖഫ് രജിസ്ട്രേഷൻ ഉണ്ടോ? വഖഫ് എന്ന് പറഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ ഉപേക്ഷിക്കുന്നതിനെയാണ്, ദാനം ചെയ്യാണ്. അത് മടങ്ങുന്ന പരിപാടിയില്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ആ രേഖ കണ്ടിട്ടില്ല, ക്രയവിക്രയാധികാരം ഫാറൂഖ് കോളേജിന് ഉണ്ട് എന്ന് അതിൻ്റെ ആധാരത്തിൽ പറയുന്നുണ്ട് എന്നാണ്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. മറ്റേതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് ഫാറൂഖ് കോളേജ് ഇല്ലാതെ ആവുമ്പോൾ അത് അന്തരാവകാശികൾക്ക് മടങ്ങുന്നു. ആ മടങ്ങുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ്. ക്രയവിക്രയാധികാരമില്ലാത്ത ഫാറൂഖ് കോളേജ് എങ്ങനെയാണ് 1987 ധാരണയനുസരിച്ച് ഇവർക്ക് ഭൂമി വിൽക്കുക? 33 ലക്ഷം രൂപ ഫാറൂഖ് കോളേജ് അന്ന് വാങ്ങിയിട്ടുണ്ട്. അത് എന്ത് അധികാരത്തിലാണ് ഫാറൂഖ് കോളേജ് വിറ്റത്? അതിന് അവിടുത്തെ 600ഓളം കുടുംബങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഇരകളായി തീരുക? അപ്പോൾ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നതിന് എൻ്റെ ധാരണയനുസരിച്ച് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല. പിന്നെ അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ ക്രിസ്തീയ വിശ്വാസികളാണ്. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. എത്ര കൊല്ലമായിട്ടുള്ളതാണ്, അവരുടെ തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നതാണ് അവിടുത്തെ മീൻപിടുത്തക്കാരൊക്കെ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാതിരുന്നാൽ അത് വലിയ അലയൊലികൾ ഉണ്ടാക്കുക, വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുക UDF-ലാണ്. കാരണം ലീഗിനകത്ത് തന്നെ പല പ്രശ്നമുണ്ട്. ഇപ്പോൾ സുന്നികൾ മുഴുവൻ, മുസ്ലിങ്ങളുടെ സുന്നികൾ മുഴുവൻ വിചാരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ്. അവർ കുറ്റപ്പെടുന്ന ആരെയാണ്? ഫാറൂഖ് കോളേജിൻ്റെ വഹാബികളായ മുജാഹിദുകളായ ആളുകളുടെ നേതൃത്വം കൊണ്ടാണ് ഇതൊക്കെ പറ്റിയെന്നാണ്. 48 അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് KM സീതി സാഹിബാണ്. അപ്പോൾ അവർ മുജാഹിദുകളെ അടിക്കാനുള്ള വടിയായിട്ട് അത് എടുക്കുന്നത്. പിന്നെ ലീഗിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എന്തൊക്കെയാണ് ഉണ്ടായി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് പറഞ്ഞാൽ UDF-ന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ലീഗ് നേതാക്കന്മാർ എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ രാഷ്ട്രീയ പ്രശ്നം. പക്ഷേ നമ്മളെ നാട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇനിയിപ്പോൾ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് സാങ്കേതികമായി ഇപ്പോൾ നിസാർ കമ്മീഷൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത്, ഇതിനുവേണ്ടി ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ്. ഇത് വഖഫിന് അവകാശപ്പെടാവുന്നതാണ് എന്നാ. അപ്പോൾ ഇവരൊക്കെ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്. ഫാറൂഖ് കോളേജിനോട് വില കൊടുത്ത് വാങ്ങിയ ഭൂമി, അവർ കരമടച്ചുകൊണ്ടിരുന്ന ഭൂമി, ഒരു ഘട്ടത്തിൽ അവർ മനസ്സിലാക്കുകയാണ് ഇത് വഖഫ് ബോർഡിൻ്റെ മുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്യായമല്ലേ അത്? അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, സമുദായ സൗഹാർദ്ദം നശിപ്പിക്കാത്ത മട്ടിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടത്, ഇതിലൂടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്ന പണി CPM അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, CPM ആണ് നിലപാടെടുക്കേണ്ടത്, സർക്കാരാണ് നിലപാടെടുക്കേണ്ടത് എന്നുള്ളതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഇപ്പോൾ
Debate with Smriti Parathikkad.